ഇത്തവണത്തെ ജനറൽ സ്റ്റഡീസ് 2 പേപ്പർ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെയാണ്. ഇന്ത്യൻ പോളിറ്റിയിൽ നിന്ന് ഏകദേശം 10 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ ഏകദേശം 9-10 ചോദ്യങ്ങളാണ് ആ ഒരു ഏരിയയിൽ നിന്ന് വരാറുള്ളത്. അതുപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസ് പാർട്ട് അതിൽ നിന്നും ഏകദേശം 4 ചോദ്യങ്ങളും, ഗവർണൻസ് ഏരിയയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസും, ഇൻ്റേണൽ റിലേഷൻസ് 4 ക്വസ്റ്റ്യൻസുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യൻ പോളിറ്റി കോറായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ആസ്പെക്റ്റ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനെയൊക്കെയുള്ള കോർ പോളിറ്റി പാർട്ടിൽ നിന്ന് 10 ചോദ്യങ്ങൾ, സോഷ്യൽ ജസ്റ്റിസ് 4 ക്വസ്റ്റ്യൻസ്, ഗവർണൻസ് 2, അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ റിലേഷൻസ് 4 ചോദ്യങ്ങളുമാണ് ഇത്തവണത്തെ എക്സാമിന് ഉണ്ടായിട്ടുള്ളത്. അപ്പം ക്വസ്റ്റ്യൻ ഒരു രീതി നോക്കുകയാണെങ്കിൽ ബേസിക്സിനും അതുപോലെ തന്നെ കറണ്ട് ആസ്പെക്റ്റുകൾക്കും കറണ്ട് അഫെയർസിനും ഒരേപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പേപ്പറാണ് ഇത്തവണത്തേത്. ബേസിക്സ് സ്ട്രോങ് ആയിരിക്കണം, അതുപോലെ തന്നെ അത് കറണ്ട് റെലവൻസ് ഉള്ള ടോപ്പിക്കലുമായിട്ട് ലിങ്ക് ചെയ്താൽ മാത്രമേ നല്ലൊരു ഉത്തരം എഴുതാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. സ്റ്റാറ്റിക് സ്ട്രോങ് ആണെങ്കിലും അതല്ല കറണ്ട് അഫെയർസ് സ്ട്രോങ് ആണെങ്കിലും നല്ലൊരു പെർഫോമൻസ് നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. ബേസിക്സും അതുമായിട്ട് കറണ്ട് അഫെയർ ലിങ്ക് ചെയ്ത് പഠിക്കുന്ന ഒരു രീതിക്കായിരിക്കും GS2 ഇത്തവണത്തെ ട്രെൻഡിന് ഏറ്റവും കൂടുതൽ ഔട്ട്പുട്ട് വരിക. ഓക്കെ, ഇപ്പം നമുക്ക് ചോദ്യങ്ങൾ നോക്കുമ്പോഴേക്കും അറിയാത്തൊരു ചോദ്യം പോലും കാണില്ല. ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മൊത്തം നമുക്ക് അറിയായിരിക്കും, പക്ഷേ അതിൻ്റെ ഡയറക്റ്റീവ് വേർഡ്സ്, അതിൻ്റെ കൂടെ വരുന്ന വാക്കുകൾ ചിലപ്പോൾ സ്പെസിഫിക് ആയിട്ട് നമുക്ക് അറിയാവുന്ന ടോപ്പിക്കുകളായിരിക്കണം എന്നില്ല. പിന്നെ അതേപോലെ തന്നെ ബേസിക്സും കറണ്ട് അഫെയർസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വളരെ തറവായിട്ട് അനലൈസ് ചെയ്ത് പഠിച്ചവർക്ക് ഒരു എഡ്ജ് തരുന്നൊരു പേപ്പർ തന്നെയാണ് ഇത്തവണത്തേത്. ആദ്യത്തെ ചോദ്യം തന്നെ, ഡിസ്കസ് ദി കറപ്റ്റ് പ്രാക്ടീസസ് ഫോർ ദ പർപ്പസ് ഓഫ് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951. ROP 1950-51 UPSCയുടെ ഒരു ഫേവറേറ്റ് ഏരിയ ആണ്. മുൻ വർഷങ്ങളിൽ 2-3 വട്ടം അവർ ഇൻ ഡെപ്തിൽ തന്നെ ഇതിൻ്റെ അനാലിസിസ് നടത്തിയിട്ടുണ്ട്. ഡിസ്ക്വാളിഫൈ ചെയ്യുന്ന പ്രൊവിഷൻസിൻ്റെ ഇഷ്യൂസ് എന്തൊക്കെയാണ്, ആ രീതിയിൽ ഇൻ ഡെപ്തിൽ പോയിട്ടുള്ള ഒരു ഏരിയയാണ്. നമ്മൾ സീരിയസ് ആയിട്ടൊരു കാൻഡിഡേറ്റ് ഒരിക്കലും മിസ് ഔട്ട് ആക്കാൻ പറ്റാത്ത വളരെ ഡെപ്തിൽ തന്നെ പഠിക്കേണ്ട ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ ഇറ്റ്സ് ഓൺ ദ എക്സ്പെക്റ്റഡ് ലൈൻസ്. റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിൽ മുൻ വർഷങ്ങളിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്, അത് ഇനിയും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് ഒരു എക്സ്പെക്റ്റഡ് ലൈനിൽ തന്നെയുള്ള ചോദ്യമാണ്, പക്ഷേ ഇൻ ഡെപ്തിലുള്ളൊരു സ്റ്റഡിക്ക് മാത്രമേ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് എഗെയിൻ വളരെ ഫെമിലിയർ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ഡയറക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് കമൻറ്റ് ഓൺ ദ നീഡ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് ആസ് കമ്പയർഡ് ടു ദ കോർട്ട് സിസ്റ്റം, ആസസ് ദി ഇമ്പാക്റ്റ് ഓഫ് റീസെൻറ്റ് ട്രിബ്യൂണൽ റിഫോംസ് ത്രൂ റാഷണലൈസേഷൻ ഓഫ് ട്രിബ്യൂണൽസ് മെയ്ഡ് ഇൻ 2021. 2 പാർട്ടായിട്ടാണ് ആ ചോദ്യം വന്നിരിക്കുന്നത്. ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വളരെ ബേസിക്കാണ് അവർ എംഫസൈസ് ചെയ്യുന്നത്. രണ്ടാമത്തെ പാർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കറണ്ട് ആസ്പെക്റ്റിലാണ് ചോദ്യം പോകുന്നത്. ഈ റീസെൻ്റ് ആയിട്ടുള്ള ട്രിബ്യൂണൽ റിഫോംസ്, ട്രിബ്യൂണൽ റാഷണലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഇമ്പാക്റ്റ് അസസ് ചെയ്യാനാണ് ചോദ്യം. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് പ്രസിഡൻറ്റ്സ് പവേഴ്സ് ടു പാർഡൺ ഇൻ ഇന്ത്യ ആൻഡ് ഇൻ ദി USA. ആർ ദർ എനി ലിമിറ്റ്സ് ടു ഇറ്റ് ഇൻ ബോത്ത് ദ കൺട്രീസ്? വാട്ട് ആർ പ്രീ എംപ്റ്റീവ് പാഡൻസ്? എഗെയിൻ സിലബസ് ബൗണ്ടായിട്ട് ബേസിക്സിനെ ചെക്ക് ചെയ്യുന്നൊരു ചോദ്യം തന്നെയാണിത്. ഫ്രാൻസുമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്പാരിസണും UK ആയിട്ടുള്ള ജുഡീഷ്യൽ കമ്പാരിസണും ഒക്കെ മുൻ വർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് കവർ ചെയ്താൽ തന്നെ അതിൻ്റെ അകത്ത് ഇന്ത്യൻ പ്രസിഡൻറ്റും അമേരിക്കൻ പ്രസിഡൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. എഗെയിൻ ഇറ്റ്സ് അനദർ ബേസിക് ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻ. ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് 2019. ബേസിക്സ് കറണ്ട് അഫെയർസുമായിട്ട് ലിങ്ക് ചെയ്താണ് ചോദ്യം വന്നിരിക്കുന്നത്. അതിൻ്റെ നേച്ചർ എന്താണെന്നാണ് ചോദ്യം. ഈ ഒരു റീഓർഗനൈസേഷൻ ആക്ട് എങ്ങനെയാണ് ജമ്മു ആൻഡ് കാശ്മീർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയെ ഇൻഫ്ലുവൻസ് ചെയ്തത് എന്നുള്ള രീതിയിലാണ് ചോദ്യം വന്നിരിക്കുന്നത്. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, ക്രൂഷ്യൽ റോൾ ഇൻ ഗൈഡിംഗ് ദ ലീഗൽ ഫ്രെയിംവർക്ക് ഓഫ് യൂണിയൻ ഗവൺമെൻറ് ആൻഡ് എൻഷുറിംഗ് സൗണ്ട് ഗവർണൻസ് ത്രൂ ലീഗൽ കൗൺസിൽ. ഡിസ്കസ് ഹിസ് റെസ്പോൺസിബിലിറ്റീസ്. എഗെയിൻ അറ്റോർണി ജനറൽ എന്ന് പറയുന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓൾസോ വളരെ കറണ്ട് റെലവൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതും നമുക്ക് എക്സ്പെക്റ്റഡ് ലൈനിലാണേ പറയാൻ സാധിക്കൂ. വിമൻസ് സോഷ്യൽ ക്യാപിറ്റൽ കോംപ്ലിമെൻറ്റ്സ് ഇൻ അഡ്വാൻസിങ് എംപവർമെൻറ്റ് ആൻഡ് ജെൻഡർ ഇക്വിറ്റി. എക്സ്പ്ലെയിൻ. ഓപ്പണൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. സ്ത്രീകളുടെ സോഷ്യൽ ക്യാപിറ്റൽ ഇറ്റ് കോംപ്ലിമെൻറ്റ്സ് ഇൻ അഡ്വാൻസിങ് എംപവർമെൻറ്റ് ആൻഡ് ജെൻഡർ ഇക്വിറ്റി. സ്പെസിഫിക് അല്ല ചോദ്യം, പക്ഷേ സ്പെസിഫിക് ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ വെച്ച് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത് വേണം നമ്മൾ ആൻസർ എഴുതാനായിട്ട്.
എഗെയിൻ മാനേജബിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണത്. ഇ ഗവേണൻസ് പ്രോജക്റ്റ് ഹാവ് ബിൽഡ് in bias towards technology and back-end integration than user-centric design. E-governance project have built-in bias towards technology and back-end integration than user-centric design. E-governance projectsന്റെ സ്പെസിഫിക് ആയിട്ടൊരു ഇഷ്യൂയിലേക്കാണ് ചോദ്യം ഫോക്കസ് ചെയ്യുന്നത്. അതായത് അവർക്കൊരു ബിൽറ്റ് ഇൻ ബയസ് ഉണ്ട്, ടെക്നോളജി ഓറിയൻറ്റഡ് ആണ്, അതേപോലെ തന്നെ ബാക്ക് എൻഡ് ഇൻ്റഗ്രേഷനും വേണ്ടിയാണ് ഈ ഗവേണൻസ് പ്രൊജക്റ്റുകൾ ഉണ്ടാക്കുന്നത്. അല്ലാതെ ഉപയോഗിക്കുന്നത് ആരാണ്, അവർക്കത് ഫ്രണ്ട്ലി ആണോ എന്ന് പലപ്പോഴും നോക്കാറില്ല. ഔട്ട്പുട്ട് ഓറിയൻറ്റഡ് അല്ല, യൂസർ സെൻട്രിക് അല്ല ഈ ഗവേണൻസ്, പകരം ഇൻ്റഗ്രേഷനും അതേപോലെ തന്നെ ടെക്നോളജിയും ഫോക്കസ് ചെയ്താണത് ചെയ്യുന്നതെന്ന് നമുക്ക് എഴുതാൻ പറ്റും. സ്പെസിഫിക് ആയിട്ടുള്ള എക്സാമ്പിളുകൾ കൊണ്ടുവരുന്നതിലായിരിക്കും നമ്മുടെ ഒരു എഡ്ജ് ഇരിക്കുന്നത്. Civil society organization often perceived as being anti-state actors than non-state actors. സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഒരു വോളണ്ടറി അസോസിയേഷൻ ഓഫ് വെൽ മീനിങ് പീപ്പിൾ. സൊസൈറ്റിയുടെ വെൽബീയിങ്ങിനായിട്ട് വോളണ്ടറി ആയിട്ട് വരുന്ന ഒരു കൂട്ടം ആളുകളാണ് സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. പക്ഷെ അത് പലപ്പോഴും അതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് നോൺ സ്റ്റേറ്റ് ആണ്, സ്റ്റേറ്റിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. പക്ഷേ നോൺ സ്റ്റേറ്റ് എന്നല്ല അതിനെ പലപ്പോഴും കാണുന്നത്, പകരം സ്റ്റേറ്റിനെ എതിർത്ത് നിൽക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. അപ്പം അതും ഒരു ബേസിക് ചോദ്യമാണ്. ഇന്ത്യ ആൻഡ് ആഫ്രിക്കൻ ഡിജിറ്റൽ പാർട്ണർഷിപ്പ് ഈസ് അച്ചീവിംഗ് മ്യൂച്വൽ റെസ്പെക്ട്, കോ ഡെവലപ്മെൻറ്റ് ആൻഡ് ലോങ് ടേം ഇൻസ്റ്റിറ്റ്യൂഷണൽ പാർട്ണർഷിപ്പ്. ഇന്ത്യ ആഫ്രിക്ക പാർട്ണർഷിപ്പ്, ഇന്ത്യ ആഫ്രിക്ക ഫോറിൻ റിലേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ആസ്പെക്റ്റ് ആണ്. ഏഷ്യ ആഫ്രിക്ക ഗ്രോത്ത് കോറിഡോറും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ എഴുതാനുമുണ്ട്. ക്വസ്റ്റ്യൻ്റെ ചലഞ്ച് എന്ന് പറയുന്നത് സ്പെസിഫിക്കലി ഇറ്റ്സ് അബൌട്ട് ഡിജിറ്റൽ പാർട്ട്ണർഷിപ്പ്. അതുമായിട്ട് ബന്ധപ്പെട്ട് പോയിന്റുകൾ കൊണ്ടുവരുന്നതിലായിരിക്കും ഒരു ചലഞ്ച് ഫേസ് ചെയ്യുക. വിത്ത് ദ വെയിനിങ് ഓഫ് ഗ്ലോബലൈസേഷൻ, പോസ്റ്റ് കോൾഡ് വാർ വേൾഡ് ഈസ് ബിക്കമിങ് എ സൈറ്റ് ഓഫ് സോവറിൻ നാഷണലിസം. ഗ്ലോബലൈസേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരു റിവേഴ്സ് ഗ്ലോബലൈസേഷൻ ട്രെൻഡാണ് നമ്മൾ കാണുന്നത്. പോസ്റ്റ് വേൾഡ് വാർ ഓർഡറിൽ ഗ്ലോബലൈസേഷൻ്റെ പ്രാധാന്യം കുറയുമ്പോൾ നമ്മൾ കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോവറിൻ നാഷണലിസത്തിന് ഉള്ള ഇമ്പോർട്ടൻസ് കൂടുകയാണ്. രാജ്യങ്ങൾ ഇൻ്റഗ്രേഷൻ, ഗ്ലോബലൈസേഷൻ പോലുള്ള കൺസെപ്റ്റുകളുടെ മുകളിലേക്ക് അവരുടെ സോവറിനിറ്റിയും അതേപോലെ തന്നെ ഇൻറ്റേർണൽ ലുക്കിംഗ് ആസ്പെക്റ്റുകളെയും അവർ പ്രൊമിനൻസ് കൊടുക്കുകയാണ്. ആ രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. മേക്ക് ഇറ്റ് ക്ലിയർ, എല്യൂസിഡേറ്റ്. എഗെയിൻ എഴുതാൻ പറ്റുന്നൊരു ചോദ്യമാണ്, റെലവൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ കൊണ്ടുവരിക എന്നുള്ളതാണ് കാര്യം. ഇപ്പം അമേരിക്കയാണെങ്കിലും ഡൊമസ്റ്റിക് ജോബ്സിന് പ്രാധാന്യം കൊടുക്കുന്നു, സൗദി നിതാഖത്ത് പോലുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നു, എല്ലാം ഗ്ലോബലൈസേഷന് എതിരാണ്. പക്ഷേ അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക കൺട്രീസ് എക്സസൈസിങ് ദെയർ സോവറിൻ റോൾ. ഓക്കെ. Constitutional morality is the fulcrum which acts as an essential check upon the high functionaries and citizens alike. In view of the above observation of Supreme Court, explain the concept of constitutional morality and its application in ensuring balance between judicial independence and judicial accountability. Constitutional morality, again, ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ ഇൻ എൻഷുറിങ് ബാലൻസ് ബിറ്റ്വീൻ ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ് ആൻഡ് ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി. ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം അതേപോലെ തന്നെ ജുഡീഷ്യറി അക്കൗണ്ടബിലിറ്റി, ഇതിലൊരു ബാലൻസ് എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ചോദ്യം. Indian Constitution has conferred the amending power on the ordinary legislative institutions with a few procedural hurdles. In view of this statement, examine the procedural and substantive limitations on the amending power of Parliament to change the Constitution. Again, ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് എങ്ങനെയൊക്കെയാണ് ചെയ്യുക, അതിൻ്റെ ഇഷ്യൂസ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രൊസീജിയറൽ ആസ്പെക്റ്റുകൾ എന്തൊക്കെയാണെന്ന് അറിയാമെങ്കിൽ നമ്മൾ അത് എഴുതാനായിട്ട് പറ്റും. എഗെയിൻ ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണത്. Discuss the evolution of collegiate system in India. Critically examine the advantages and disadvantages of system of appointment of judges of Supreme Court of India and that of USA. Again ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്പാരിസൺ ആണ്, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ എവല്യൂഷൻ ഓഫ് കൊളീജിയൻ സിസ്റ്റം ചോദിച്ചിട്ടുണ്ട്. ഈവൻ ലക്ഷ്മികാന്ത് പോലൊരു ബുക്ക് പഠിച്ചിട്ട് പോകുന്നവർക്ക് പോലും ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് 12ഉം 13ഉം. അമെൻമെൻറ്റ് പവേഴ്സ്, അതിൻ്റെ ആസ്പെക്റ്റുകൾ, അതേപോലെ തന്നെ കൊളീജിയൻ സിസ്റ്റത്തിൻ്റെ എവല്യൂഷൻ. ഇതിൽ ഒരു കുറച്ച് വ്യത്യാസമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ സുപ്രീം കോർട്ട്സ്, ഇന്ത്യ അമേരിക്ക സുപ്രീം കോർട്ട്സിൻ്റെ കമ്പാരിസൺ ആയിരിക്കും നമുക്ക് ഇത്തിരി ചലഞ്ചിങ് ആയിട്ട് തോന്നുക. Examine the evolving pattern of central-state financial relations in the context of planned development in India. How far has the recent reforms impacted the fiscal federalism in India? കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ട് ചോദ്യമാണ്.
സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ബേസിക് ആർട്ടിക്കിളുകളും കാര്യങ്ങളും, പിന്നെ അതേപോലെ തന്നെ GST പോലുള്ള ഡെവലപ്മെൻറ്റ്സ് പറയുന്നതിൻ്റെ കൂടെ തന്നെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള റീഫോംസ്, അതിൻ്റെ ഒരു അനാലിസിസ് ആണ് ചോദിക്കുന്നത്. എങ്ങനെയൊക്കെയാണത് അഫക്റ്റ് ചെയ്യുക, എങ്ങനെയൊക്കെയാണത് ഫെഡറലിസത്തിനെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളത്. What are environmental pressure group? Discuss their role in raising awareness, influencing policies and advocating for environmental protection in India. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള രീതിയിലൊരു ക്വസ്റ്റ്യൻ ആണ് എൻവയോൺമെൻറ്റൽ പ്രഷർ ഗ്രൂപ്പ്സ്. ഓപ്പൺ എൻഡഡ് ആണ്, സ്പെസിഫിക് ആയിട്ടൊരു ആസ്പെക്റ്റ് അഡ്രസ്സ് ചെയ്യുന്നില്ല. ജനറലായിട്ട് കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്കത് ഒരുമിച്ച് കൊണ്ടുവന്ന് നല്ലൊരു ആൻസർ എഴുതാനായിട്ട് സാധിക്കും. Inequality in the ownership pattern of resource is one of the major causes of poverty. Discuss in the context of paradox of poverty. Again, പോവർട്ടിയും ഡെവലപ്മെൻറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റിൽ മാനേജബിൾ. സ്പെസിഫിക് ആയിട്ട് ചോദ്യം ചോദിക്കുന്നില്ല. വൈഡർ ആയിട്ടുള്ള എക്സാമ്പിളുകൾ ഒരുമിച്ച് കൊണ്ടുവന്ന് നല്ലൊരു ആൻസറിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഇൻ ദ കണ്ടംപററി ഡെവലപ്മെൻറ്റ് മോഡൽ, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് റെസ്പോൺസിബിലിറ്റീസ് ആർ നോട്ട് ലൊക്കേറ്റഡ് ക്ലോസ് ടു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് എക്സിക്യൂഷൻ, ഡിഫീറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡെവലപ്മെൻറ്റ്. In contemporary development model, decision making and problem solving responsibilities are not located close to the source of information and execution, defeating the objectives of development. ഇപ്പോഴത്തെ ഒരു സെനാരിയോയിൽ ഡിസിഷൻ എടുക്കുന്നവർ, അതേപോലെ തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി അക്കൗണ്ടബിലിറ്റി ഉള്ളവർ, അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സിക്യൂഷൻ്റെയും അതേപോലെ തന്നെ ഇതുമായിട്ട് പെർട്ടൈൻ ചെയ്യുന്ന ഇൻഫർമേഷൻസിനും ആക്സസിബിൾ ആയിട്ടുള്ളവരായിരിക്കണം എന്നില്ല. ഇല്ലെങ്കിൽ ഇതേപോലുള്ള ഇൻഫർമേഷൻസുമായിട്ട് അവർ കണക്റ്റഡ് ആയിരിക്കണം എന്നില്ല. ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഗ്യാപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഡിസിഷൻ എടുക്കുന്നവർ, അതിന് ഉത്തരവാദിത്തമുള്ളവർ, ആക്ച്വൽ ഔട്ട്പുട്ടിനെ അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പം അത് നമുക്ക് വൈഡറായിട്ടുള്ള എക്സാമ്പിളുകൾ വെച്ച് എഴുതാനായിട്ട് സാധിക്കും. The National Commission for Protection of Child Rights has to address the challenges faced by children in digital era, examining the existing policies and suggest measures the Commission can initiate to tackle the issue. നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സും അതുപോലെ തന്നെ കണ്ടംപററി ഇഷ്യൂസും കൂടെ ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ബേസിക്സ് പ്ലസ് കറണ്ട് അഫയേഴ്സ്. Energy security constitutes the dominant kingpin of India's foreign policy, linked with India's overarching influence in Middle Eastern countries. How would you integrate energy security with India's foreign policy trajectories in the coming years? ഇന്ത്യയുടെ ഫോറിൻ പോളിസി റിലേഷനും മിഡിൽ ഈസ്റ്റേൺ കൺട്രീസും എനർജി സെക്യൂരിറ്റിയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. എഗെയിൻ ഇന്ത്യൻ ഫോറിൻ പോളിസിയിൽ ഒരു വളരെ റെലവൻ്റ് ആയിട്ടൊരു ആസ്പെക്റ്റാണ് എനർജി സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ നമ്മുടെ മിഡിൽ ഈസ്റ്റേൺ കൺട്രീസുമായിട്ടുള്ള റിലേഷനിലെ ഒരു മെയിൻ ആസ്പെക്റ്റാണ് എനർജി സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇത് രണ്ടും നമുക്കറിയാമെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം നന്നായിട്ട് എഴുതാനായിട്ട് സാധിക്കും. The reform process in United Nations remain unsolved because of the delicate imbalance of East and West and entanglement of USA versus Russia-China alliance. Examine and critically evaluate the East-West policy confrontations in this regard. യുണൈറ്റഡ് നേഷൻസ് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എവർഗ്രീൻ ടോപ്പിക്കാണ്. യുണൈറ്റഡ് നേഷൻസിൻ്റെ റീഫോമും അതേപോലെ തന്നെ നമ്മുടെ സെക്യൂരിറ്റി കൗൺസിൽ എൻട്രിയൊക്കെ ഒരുപാട് നാളുകളായിട്ട് കത്തി നിൽക്കുന്ന ടോപ്പിക്കാണ്. അപ്പോൾ അതിനെ കണ്ടംപററി ആസ്പെക്റ്റുകളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ചോദ്യമാണ് ഇത്. അപ്പോൾ എഗെയിൻ ക്വസ്റ്റ്യനുകളുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത് എല്ലാ ആസ്പെക്റ്റുകളും കറണ്ട് അഫയേഴ്സും സ്റ്റാറ്റിക്കും PYQവും ഒക്കെ വൃത്തിയായിട്ട് നോക്കിയിട്ട് പോകുന്നൊരു കുട്ടിക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു പേപ്പറാണ്. എളുപ്പമെന്ന് പറയാൻ പറ്റില്ല. ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും പെട്ടെന്ന് നമ്മൾ ഫസ്റ്റ് ഹാൻഡായിട്ട് ചിന്തിക്കാത്ത പല ആസ്പെക്റ്റുകളിലും ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഡിസ്കഷൻ വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ മെയിൻ ഫാക്കൽറ്റീസ് നടത്തുന്നതായിരിക്കും. അതിൽ ഓരോ ക്വസ്റ്റിനെ പറ്റിയുള്ള അപ്രോച്ചുകളും അതുപോലെ തന്നെ വരുന്ന വർഷങ്ങളിൽ എങ്ങനെ വേണം നമ്മുടെ പ്രിപ്പറേഷൻ ഈ മാറ്റത്തിനനുസരിച്ച് ഓറിയൻറ്റ് ചെയ്യാൻ എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വരുന്ന വീഡിയോകളിൽ നമ്മുടെ ഫാക്കൽറ്റീസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.